യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി അമേരിക്കയും ബ്രിട്ടനും ആയുധ കേന്ദ്രവും കമാൻഡ് സെന്ററും അടക്കം 36 കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടത്തിയത്. ചെങ്കടലിലെ ഹൂതികളുടെ ആക്രമണത്തിനുള്ള മറുപടിയാണ് ഈ ആക്രമണമെന്ന് അമേരിക്ക വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ് ചേരുന്നു. വിവരങ്ങളുമായി ഐസൻ, എന്താണ് വിശദാംശങ്ങൾ? രോഹിണി, തീർച്ചയായും രോഹിണി പറഞ്ഞതുപോലെ ഏതാണ്ട് 36ഓളം ഹൂതി കേന്ദ്രങ്ങളിലാണ്, ഹൂതി വിമത കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടന്നതെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ഇത്തരത്തിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തതിൽ നിന്നും ഹൂതി വിമതർക്കെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന നിലപാട് തന്നെയാണ് അറിയിച്ചിരുന്നത്. ഈ അടുത്ത ദിവസമാണ് ജോർദാനിലെ അമേരിക്കൻ സൈനികർക്ക് നേരെ നടന്ന ആക്രമണത്തിന്റെ ഒരു പ്രതികരണമായി അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ശക്തമായ ആക്രമണം ഇറാൻ പിന്തുണയ്ക്കുന്ന ഇത്തരത്തിലുള്ള ഹൂതി വിമതർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഉണ്ടായത്. ഇത്തരത്തിൽ ഹൂതി വിമതരുടെ ചെങ്കടലിലെ യാത്രാ കപ്പലുകളും അതുപോലെ തന്നെ മറ്റ് കപ്പലുകളും ചരക്ക് കപ്പലുകൾക്കുമെതിരെ നടക്കുന്ന നീക്കങ്ങൾക്കെതിരെ ശക്തമായ നടപടി നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. അമേരിക്കയും ബ്രിട്ടനും ഇക്കാര്യത്തിൽ നടപടികൾ നേരത്തെ തന്നെ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ഈ ആക്രമണം, അതായത് അമേരിക്കയുടെ 3 സൈനികരെ കൊല്ലപ്പെടുത്തുന്ന ഒരു ആക്രമണത്തിലേക്ക് ഇറാൻ പിന്തുണയ്ക്കുന്ന ഹിസ്ബുള്ള ഭീകരർ എത്തിയതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഹൂതി വിമതർക്കെതിരെ വീണ്ടും ശക്തമായ നടപടികളുമായി ബ്രിട്ടീഷ് അമേരിക്കൻ സഖ്യം മുന്നോട്ട് വന്നത് എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചന. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നടന്ന ആക്രമണത്തിൽ ഏതാണ്ട് 36ഓളം ഇടങ്ങളിൽ അതിശക്തമായ ആക്രമണം നടന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 85 കേന്ദ്രങ്ങളിൽ ഇന്നലെ തന്നെ ഈ ഇറാൻ പിന്തുണയ്ക്കുന്ന ഭീകരവാദ സംഘടനകളുടെ കേന്ദ്രങ്ങളിൽ ഇന്നലെ തന്നെ ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു. അത് അമേരിക്കയുടെ ആക്രമണം തന്നെയായിരുന്നു ഇന്നലെ നടന്നത് എന്ന് ജോ ബൈഡൻ സ്ഥിരീകരിക്കുകയും ചെയ്തു. തുടർന്നും ഇത്തരത്തിലുള്ള പശ്ചിമേഷ്യയിലെ സമാധാനത്തിന് വിഘ്നമുണ്ടാക്കുന്ന നീക്കങ്ങൾക്കെല്ലാം തന്നെ ശക്തമായ തിരിച്ചടി നൽകാനുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗം കൂടിയാണ് ഈ ആക്രമണമെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. രോഹിണി. ശരി, ഐസൻ ജോസ് വിവരങ്ങൾ നൽകിയത്.